അല്ല, ഗോപാൽജിയുടെ മകനെ ആ സ്വപ്ന റാഞ്ചി എടുത്തല്ലേ? കഷ്ടമായിപ്പോയി. അവളൊരു വിളഞ്ഞ വിത്താണെന്ന് എനിക്ക് പണ്ടേ തോന്നിയതാ. കുടുംബം നശിച്ചാലും സ്വന്തം കാര്യം മാത്രം നോക്കണമെന്നാ അവള് പഠിച്ചിരിക്കുന്നത്. സഞ്ജുവിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോ തൊട്ടടുത്ത് സഞ്ജു എണ്ണ ആട്ടിക്കാൻ നിൽക്കുന്നു. പാവം, പിണ്ണാക്ക് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇങ്ങനെ അവൻ ആ വീട്ടിൽ വിടരുത്. തിരിച്ചു വന്നാ ആളെ തിരിച്ചറിയാൻ പോലും പറ്റില്ല ഗോപാൽജി. എനിക്കവനെ തിരിച്ചു വിളിക്കാൻ ആഗ്രഹമില്ലഞ്ഞിട്ടല്ല, അവന്റെ കൂടെ ആ സ്വപ്നയും വീട്ടിലേക്ക് കയറി വരും. ആ, അത് ഗോപാൽജിക്ക് പണിയാവാൻ സാധ്യതയുണ്ട്. അവളെ കടിച്ചാലേ പാമ്പ് വരെ ചത്തുവും. അമ്മാതിരി വിഷ. എന്റെ കാര്യം ഞാൻ എങ്ങനെയെങ്കിലും നോക്കിക്കൊള്ളാം. കോളേജിൽ ഇനി എന്താ നിങ്ങളുടെ പരിപാടി? ആദ്യം അവിടെ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടാക്കണം. അത് കുറച്ച് പാടാണ്. കാരണം ഞങ്ങളുടെ കയ്യിലിരിപ്പ് എന്താണെന്ന് കോളേജിലെ മിക്കവർക്കും അറിയാം. പോരാത്തേന് ഗിരിയേട്ടൻ ഞങ്ങൾക്കെതിരാണെന്ന് എല്ലാവർക്കും അറിയാം. അയാൾ ഈ നാട്ടിൽ ആരും പിണക്കില്ലല്ലോ. നിങ്ങൾക്ക് ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടാക്കാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. അതെന്താ ഗോപാൽജി? നിന്റെ കൂട്ടുകാർക്കൊക്കെ ഫ്രീ ആയിട്ട് മദ്യം വാങ്ങിച്ചു കൊടുക്കുക. അത്രയ്ക്ക് കാശൊന്നും എന്റെ കയ്യിലില്ല. സ്വന്തമായിട്ട് എനിക്കിവിടെ കുറച്ച് ബാറുകളൊക്കെ ഉള്ളപ്പോ നിങ്ങൾ എന്തിനാ കാശ് ചെലവാക്കുന്നേ? ഓ, അങ്ങനെ. അവന്മാർ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അങ്ങനെ അവന്മാരെ കൊണ്ട് കോളേജിൽ നിങ്ങൾക്ക് ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റും. എന്തു പറയുന്നു? Done.